ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് മലയാളവും ഇംഗ്ലീഷും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇന്നലെ എനിക്ക് തിരക്കേറിയൊരു ദിവസമായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്നലെ എനിക്ക് തിരക്കേറിയൊരു ദിവസമായിരുന്നു. സത്യമാണ് കേട്ടോ. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇന്നലത്തെ കാര്യമാണ്. ആയിരുന്നു എന്നാണ്. യെസ്റ്റർഡേ വാസ് എ ബിസി ഡേ ഫോർ മീ. യെസ്റ്റർഡേ വാസ് എ ബിസി ഡേ ഫോർ മീ. ഇന്നലെ എനിക്ക് തിരക്കേറിയൊരു ദിവസമായിരുന്നു. ഓക്കെ, ഞാൻ അല്പം വൈകി എഴുന്നേറ്റു. കഴിഞ്ഞ കാര്യമാണ്. ഐ വോക്ക് അപ്പ് എ ലിറ്റിൽ ലേറ്റ്. ഞാൻ വേഗത്തിൽ ജോലിക്ക് തയ്യാറായി. കഴിഞ്ഞ കാര്യമാണ് പറയുന്നതൊക്കെ. ഐ ക്വിക്ക്ലി ഗോട്ട് റെഡി ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് പെട്ടെന്ന് തയ്യാറായി. ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ലഭിച്ചില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സമയം കിട്ടിയില്ല, സമയമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ പറയാം എന്ന് നോക്കാം. ഇതുപോലെ സെന്റൻസ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നമുക്ക് ആവശ്യമാകുക കേട്ടോ. അപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ലഭിച്ചില്ല, എങ്ങനെ പറയാം? അതായത് സമയം ലഭിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡിഡ്ന്റ് ഹാവ് ടൈം എന്ന് യൂസ് ചെയ്യുന്നത്. I didn't have time for breakfast. Okay, next. ആശുപത്രിയിൽ പല രോഗികളെയും കണ്ടു. ബസ് സ്റ്റോപ്പിൽ പല സുഹൃത്തുക്കളെയും കണ്ടു. ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ആശുപത്രിയിൽ പല രോഗികളെയും കണ്ടു. എങ്ങനെ പറയാം? At the hospital I saw many patients. Okay. ഉച്ചയോടെ ഞാൻ വളരെ ക്ഷീണിച്ചു. അതായത് ഉച്ച ആയപ്പോഴേക്കും ഞാൻ വളരെ ക്ഷീണിച്ചു എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈ യൂസ് ചെയ്യുക അല്ലെ. ബൈയുടെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ബൈ എവിടെ, എപ്പോ, എങ്ങനെ വൃത്തിയായി യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഉച്ചയോടെ ഞാൻ വളരെ ക്ഷീണിച്ചു എന്നാണ്. അപ്പൊ I was very tired by afternoon. ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ചയായപ്പോഴേക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബൈ ആഫ്റ്റർനൂൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി വിശ്രമിച്ചു. എങ്ങനെ പറയാ? ആഫ്റ്റർ വർക്ക്, അതായത് ജോലി കഴിഞ്ഞ് അതിന് ശേഷം എന്നാണല്ലോ. അപ്പം ആഫ്റ്റർ വർക്ക് I went home and took rest. After work, ജോലി കഴിഞ്ഞ് I went home and took rest. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഞാൻ റെസ്റ്റ് ചെയ്തു, ഞാൻ വിശ്രമിച്ചു. ഓക്കെ, പിന്നീട് ഞാൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. അതായത് പിന്നീട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് പറയാറുണ്ടല്ലോ. പിന്നീട് ഞാൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. എങ്ങനെ പറയാ? കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു, ഫ്രണ്ട്സുകളോടൊപ്പം ഭക്ഷണം കഴിച്ചു, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നീട് ഞാൻ ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു കണക്ഷൻ വേർഡും കൂടി പഠിക്കുന്നുണ്ട്, ഒപ്പം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലേറ്റർ ഐ ഹാഡ് ഡിന്നർ വിത്ത് മൈ ഫാമിലി. പിന്നീട് ഫാമിലിയോടൊപ്പം ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇവിടെ വിത്ത് മൈ ഫാമിലിയോടൊപ്പം. ഓക്കെ, ഇനി ഇപ്പം നമ്മളൊരു യാത്ര പോവാണ്. അതിനെ കുറിച്ച് കുറച്ചൊരു സിമ്പിൾ സെന്റൻസ് നോക്കാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു യാത്ര പോയി, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാനൊരു യാത്രക്ക് പോയി, ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഇതും കഴിഞ്ഞ കാര്യം. ഇവിടെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വീക്ക് ഐ വെന്റ് ഓൺ എ ട്രിപ്പ്. ഓക്കെ, അപ്പൊ ഇത് കേട്ട് നിങ്ങൾ ആ സെന്റൻസ് ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതുപോലെ വേറെ സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കണം. ഓക്കെ, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെന്റൻസുമാണ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. I woke up early in the morning. ഓക്കെ, ഞാൻ ബാഗ് തയ്യാറാക്കി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എങ്ങനെ പറയാ? I packed my bag and left home. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു.
ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു. ഐ ട്രാവൽഡ് ബൈ ബസ്. അല്ലേ, ബൈ ബസ് നമ്മൾ ബൈ ഇവിടെയും യൂസ് ചെയ്തു, നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐ ട്രാവൽഡ് ബൈ ബസ്. ഓക്കെ, ഞാൻ അവിടെ നിരവധി മനോഹരമായ സ്ഥലങ്ങൾ കണ്ടു, കാഴ്ചകൾ കണ്ടു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ അവിടെ നിരവധി മനോഹരമായ സ്ഥലങ്ങൾ കണ്ടു. ഐ സോ മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ് ദർ. ഐ സോ മെനി ബ്യൂട്ടിഫുൾ പ്ലേസസ് ദർ. ഓക്കെ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിച്ചു. നേരത്തെ നമ്മൾ ഫാമിലിയോടൊപ്പം എന്ന് പറഞ്ഞല്ലോ, അപ്പം ഇവിടെ പറയുന്നത് സുഹൃത്തുക്കളോടൊപ്പം. അതാ ഞാൻ പറഞ്ഞ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ സെന്റൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ ചിലവഴിച്ചു എന്നാണ്. അപ്പൊ ഈ സ്പെൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചു. വി ഹാഡ് ഗുഡ് ഫുഡ്. വി ഹാഡ് ഗുഡ് ഫുഡ്. ഇവിടുത്തെ ഹാഡ് എന്താണ്? കഴിച്ചു. എയ്റ്റിന്റെ വേറൊരു വാക്കാണ് ഹാഡ്. നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. അപ്പൊ ഹാവ് എന്ന് പറയുന്നത് ഇറ്റിന് പകരമായി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വി ഹാഡ് ഗുഡ് ഫുഡ്. ഓക്കെ, വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇൻ ദ ഈവനിങ് ഐ കെയിം ബാക്ക് ഹോം. ഇൻ ദ ഈവനിങ് ഐ കെയിം ബാക്ക് ഹോം. ഓക്കെ, അതൊരു സന്തോഷകരമായ യാത്രയായിരുന്നു. എങ്ങനെ പറയാ? ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതൊരു സന്തോഷകരമായ യാത്രയായിരുന്നു. ഓക്കെ, കുട്ടികളോടൊക്കെ പറയാൻ പറ്റുന്ന ചെറിയ കുഞ്ഞു സെന്റൻസുകളാണ് കേട്ടോ. നീ ഭക്ഷണം കഴിച്ചോ? കുട്ടികളോട് മാത്രമല്ല വലിയവരോട് നമുക്ക് ചോദിക്കാം. ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ്? ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ്? നീ ഭക്ഷണം കഴിച്ചോ? നമുക്ക് ഹാവ് യൂസ് ചെയ്തെന്ന് ചോദിക്കാം. ഹാവ് യു ഈറ്റൻ യുവർ ഫുഡ്? ഹാവ് യു ഈറ്റൻ യുവർ ഫുഡ്? ഇനി കൈ കഴുകി വരൂ. കൈ കഴുകി വരൂ. ഇവിടെ രണ്ട് വെർബുകൾ ഉണ്ട്, വരൂ, കഴുകുക എന്നുണ്ട്. അപ്പം ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്. ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ്. ഓക്കെ, അവിടെ പോകരുത്. കുട്ടിയോടൊക്കെ പറയാറുണ്ടല്ലോ, അവിടെ പോകരുത്. ഡോണ്ട് ഗോ ദർ. ഡോണ്ട് ഗോ ദർ. ഓക്കെ, നന്നായി പഠിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, നന്നായി പഠിക്കണം. യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. നന്നായി പഠിക്കണം. ഓക്കെ, നന്നായി ഉറങ്ങൂ എന്നിങ്ങനെ പറയാം. നന്നായി പഠിക്കണം നമ്മൾ പറഞ്ഞു, നന്നായി ഉറങ്ങൂ. പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞത് ഒരാളോട് നമ്മൾ അഡ്വൈസ് ചെയ്യാണ്. ഇനി നമ്മൾ ഒരാളോട് പറയാണ് നന്നായി ഉറങ്ങൂ. സ്ലീപ്പ് വെൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ്ലീപ്പ് വെൽ. ഓക്കെ, നെക്സ്റ്റ്, ശ്രദ്ധയോടെ ഇരിക്കൂ. എങ്ങനെ പറയും? ശ്രദ്ധയോടെ ഇരിക്കൂ. ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ ഇരിക്കൂ. നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ ഇരിക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ രണ്ട് സെന്റൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റഗ്രാം ഐഡിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.